അച്ഛൻ വന്ന ഈ മുറിയിലാണോ കിടക്കുന്നത്? അച്ഛനല്ല, നീ. ഞാനോ? ഞാനെന്തിനാ ഇവിടെ കിടക്കുന്നത്? എല്ലാരും കൂടി ഒരു മുറി കിടന്ന എന്താ കുഴപ്പം? നീ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അവരൊക്കെ ഇപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമാണോ കിടക്കുന്നതെന്ന്. ഇങ്ങനൊരു കുട്ടി. അമ്മ ഉറങ്ങിയോ? ആ, ഉറങ്ങി. ഈ അച്ഛൻ എന്തിനാ ഇപ്പൊ വരുന്നേ? എന്താ നിന്റെ പ്രശ്നം? എനിക്ക് എൻ്റെ അമ്മ മതി. എപ്പോഴും ഈ ഫ്രണ്ട്സ് കൂടുതലുള്ളതാണ് പ്രശ്നം. ഇപ്പം അങ്ങോട്ട് പോയി ഇഷ്ടമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കളിയാക്കുമായിരിക്കും അല്ലേ? കളിയാക്കും, ഉറപ്പായിട്ടും. ഇതിന് എനിക്കൊരു ഡെഡിക്കേഷൻ ഇപ്പോഴും തന്നെ പറയാമല്ലോ. അവൻ്റെ അപ്പുറത്തേക്കുന്ന ചിക്കൻ കൊള്ളാലേ. ആ, നല്ല ഹെയർ. എടാ, ഇപ്പോഴും ഇങ്ങോട്ട് തന്നെയാണോ നോക്കുന്നത്? ആ, ആണല്ലേ? എല്ലാവർക്കും എന്നെ മതി. അപ്പുറത്തെ ലേശം മണ്ടനാണല്ലേ? ആമ്മേ എത്തിയോ? എപ്പോ? ആ, അതാ വരുന്നു. അപ്പൊ ഐ എം ഗോയിങ്. ബൈ. എൻ്റെ ഒന്ന് കൊടുത്തേക്കണേ. ബൈ. ഞാൻ പറഞ്ഞില്ലേ എന്നെ കണ്ടാൽ അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. എടാ, നീ അങ്ങോട്ട് കുറച്ച് മാറിയിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി ആണ് പ്ലീസ്. എടോ, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അപ്പറഞ്ഞ അയ്യോ പോലെ ഞാൻ തുടങ്ങിയില്ല. ആ, വൈകിട്ട് കാണാന്ന് പറഞ്ഞു. എന്താ പോയത്? ഞാൻ വിചാരിച്ചു അച്ഛനായിരിക്കും അതിൽ ഓർക്കാന്ന്. നീ എന്താ എത്ര വൈകിയത്? ഈ നേരം വരെ അച്ഛൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. സ്കൂളിൽ നിന്ന് വരുമ്പോ സർപ്രൈസ് തരാൻ. വൈകിയപ്പോഴാണ് ഞാൻ വിളിച്ചത്. എന്നിട്ട് ആളെവിടെ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി. ലോറൻസ് അങ്ങളുടെ വീട്ടിലുണ്ടാവും. കുറച്ചുകൂടെ ചെറുതായിട്ട് കയറ്, എന്നാലും അടുപ്പി വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ അങ്കിൾ. ഹായ് ഹണി. ഹായ് ഡാളേ. ഹായ്. ഇത് വരെ കഴിഞ്ഞില്ലേ? ഇത് തീർന്നിട്ട് വേണ്ട ടാങ്ക് ക്ലീൻ ചെയ്യാൻ. ഞാൻ കുറച്ചു നേരം അത് ഇത് ബോറടിച്ചു തുടങ്ങി. ബോറടിച്ചോട്ടെ, നീ അത് തീർക്ക്. ലെറ്റ് ഹിം ഫിനിഷ് ദിസ് ഫസ്റ്റ്. ടാങ്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ്സ് അപ് ടു യു. ബാക്കിൽ തെങ്ങ തേങ്ങ ഇടാനുണ്ട് കേട്ടോ. തേങ്ങ ഇടുന്നതിന് മുമ്പ് നീ ആ വണ്ടിയും കൂടെ ഒന്ന് കഴിയട്ടെ. എടാ, ഇത് ഫിനിഷ് ചെയ്തിട്ട്. അങ്കിൾ ഇയാളെ വിട്ടില്ലേ? ഇവനിപ്പോ കുപ്പിന്ന് തുറന്നു വിട്ട ഭൂതവാ. എന്ത് പണിയും ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ ജയില. മാത്രമല്ല ഗ്യാസിനൊക്കെ ഇപ്പം എന്താ വില? അച്ഛൻ ഇങ്ങോട്ട് വന്നു, പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പുറത്തെ മാധവൻകുട്ടിമാനം വന്ന് വിളിച്ചോണ്ടേ അവിടെ കാണും. ശരി. ആ, പഠിച്ചല്ലോ. ഒരു കോടാലികള്. ഈ വണ്ടി നന്നാക്കാനാണോ അച്ഛൻ ദുബായി ഓടി വന്നത്? മേനോ സാറേ, അച്ഛന്റെ പഴയ വർക്ക്ഷോപ്പിലെ സ്ഥിരം ക്ലൈന്റ് ആയിരുന്നു. 4-5 മാസം എത്ര ഇവനൊന്ന് അനങ്ങിയിട്ട്. ആ, അച്ഛൻ അന്വേഷിച്ച് എത്തിയോ? കുടിക്കൂ. മൂക്കൂടെ നടക്കട്ടെ. വേണ്ട, താങ്ക് യു. അവളിത് കുടിച്ചോളൂ. ഇല്ല, അച്ഛൻ കുടിച്ചോളൂ. കുടിക്കടി. എനിക്ക് വേണ്ട. സാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഓക്കെ അല്ലേ? നന്ദനം തൊട്ടാ ശരിയാന്ന് എനിക്ക് അറിയായിരുന്നു. പുറമേ നിന്നൊരു മെക്കാനിക്കിനെ വിളിച്ചാൽ കാശ് കൊടുക്കണമല്ലോ. ഞാനിവിടെ സാറേ. നീ ഇന്ന് കുളിച്ചില്ലല്ലേ? ദൈവമേ, കേരളം മൊത്തം ഉണ്ടല്ലോ ടേബിളില്. ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ടാ. എന്നും പ്രതീക്ഷിക്കണ്ട. എന്തേ? ഹേയ്, ഞാൻ പെട്ടെന്ന് എൻ്റെ കുബൂസിനെ കുറിച്ച് ഓർത്തു പോയതാ.
കുബൂസിനെ പിരിഞ്ഞിരിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. നാളെ മുതൽ നമുക്ക് കുബൂസും തൈരും തന്നെ ആക്കാം. എടി നിന്റെ ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിൽ ഓർത്തിട്ടല്ലേ അവിടെ ഞാൻ കുബൂസ് ഓരോ ദിവസവും കടിച്ചമർത്തിരുന്നത്. മോളെ, ആഹാരത്തിന്റെ കൂടെ വെള്ളം കുടിക്കരുത്, ദഹനത്തെ ബാധിക്കും. ഒന്നിൽ ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പ് അല്ലെ ആഹാരം കഴിഞ്ഞിട്ട് ലിക്വിഡ് അങ്ങനെ കഴിക്കാവൂ. നമുക്ക് എല്ലാത്തിനും ഒരു ചിട്ട വേണം. അല്ലച്ചാ, ഓ, അപ്പൊ ഈ കഞ്ഞി സൂപ്പൊക്കെ കഴിക്കുന്നവരോ, അവർക്ക് ഈ ലിക്വിഡിന്റെ പ്രശ്നമില്ലേ? ഓ, അത് കഞ്ഞി സൂപ്പും, ഇത് ചോറല്ലേ, അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മയ്ക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഏയ്, ഇത് എത്ര വറ്റ അങ്ങനെ കളഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പു. ഓരോ അരിമണിയിലും അത് കഴിക്കുന്നവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടാവുന്ന പറയുക. ഫുഡിനെ റെസ്പെക്ട് ചെയ്യണം. സോറി അച്ഛാ, ഇനി ശ്രദ്ധിച്ചോളാം. ഓ, PG നന്ദകുമാർ, ഇതിൽ അച്ഛന്റെ പേരാണല്ലോ എഴുതിയിരിക്കുന്നത്. ബ്രില്യൻ. ടിഷ്യൂ ഇല്ലേ ജൂലി? ടിഷ്യൂവും കുബൂസും ഒക്കെ ഇനി മറന്നേക്ക്. ഒരു ഉണ്ടക്കണ്ണി ഇവിടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. അച്ഛനും അമ്മയോട് ഇഷ്ടമാണെന്ന് അവള് മനസ്സിലാക്കിട്ടെ. എന്തൊരു കൊതുക് അവിടെ. ദുബായിലാണെങ്കിൽ ഒറ്റ കൊതുകില്ല. ദുബായിലെ കൊതുകൊക്കെ ഇവിടെ എത്തിയല്ലോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊരു സമാധാനം എന്നറിയാം. ആ സമാധാനത്തിൻ്റെ കൂടെ കുറച്ച് മധുരവും കഴിക്കും. പുതിയ നമ്മുടെ അപ്പുന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആട്ടോ. മനസ്സിന്റെ ആരോഗ്യ. മനസ്സിന്റെ ആരോഗ്യമൊക്കെ കണക്കാ. ചില സമയത്ത് അവളുടെ ടാൻഡ്രംസ് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നും. ഒറ്റയ്ക്കൊരു ടീനേജറെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാ. അവളെ മാനേജ് ചെയ്യണമെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകണം. അല്ലാതെ ഹെഡ് മാസ്റ്റർ ആകാൻ പോയി കഴിഞ്ഞാൽ പിള്ളേർ റിബലാവും. എന്തായാലും നീ ഇത്രത്തോളൊക്കെ എത്തിച്ചില്ലേ. അവളുടെ കളിയും കുറുമ്പും ഒന്നും നോക്കി കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അതിനുള്ള ചാൻസ് ഒക്കെ അവൾ ഇഷ്ടം പോലെ തന്നോളും. സമയം കിടക്കല്ലേ. ഇവിടെ വേദനയുണ്ടോ? കുറച്ച്. ഇവിടെയോ? കുറച്ച്. ആ, അപ്പൊ എഴുന്നേറ്റിരിക്കേ. ഭക്ഷണമൊക്കെ കഴിക്കണ്ടോ? ഡോക്ടർ. ഓ, നീ അതോടെ വെച്ചോൻ്റെ നന്ദ. 5-8 കൊല്ലായതാ. വേറൊരെണ്ണം വാങ്ങാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കേടായത് വലിച്ചെറിഞ്ഞ് പുതിയത് വാങ്ങുന്ന ശീലേ പണ്ട് ദുബായിക്കാർക്ക് മാത്രം ഉണ്ടായിരുന്നു. ഇത് നന്നാക്കാൻ കൊടുത്താലേ പുതിയത് വാങ്ങണേലും കാശാവും. ഇനിയിപ്പം മെക്കാനിക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒന്ന് നോക്കട്ടെ. മരുന്നൊന്ന് മാറ്റിയിട്ടുണ്ട്. പറഞ്ഞ പത്യവും ചിട്ടയും ഒന്നും തെറ്റണ്ട. ഉത്സാഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സ് താഴെ പോകാതെ നോക്കണം. ശരി ഡോക്ടർ. ആഹാ, ഇത് ശരിയായി അല്ലേ? അപ്പൊ ഇതിന് കുറച്ചുകൂടി കാലം ഓടുമല്ലോ എന്നെ പോലെ. അച്ഛൻ ഫുൾ കണ്ടീഷൻ അല്ലേ, നിറയെ പേഷ്യൻസും ഇഷ്ടം പോലെ കാശും. കാശൊക്കെ ഉണ്ട്, പക്ഷേ അത് ഞങ്ങൾക്ക് 2 ആൾക്കും വേണ്ടി വേൾഡ് ടൂർ പോകാനുള്ളതാ. ഓഹോ, വയസ്സുകാലത്ത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ആ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. വയസ്സായ മക്കൾ തന്നെ നോക്കണമെന്ന് വാശി പിടിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. ഞങ്ങൾ ആ ടൈപ്പല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ കാശും വേണ്ട, പ്രൊട്ടക്ഷനും വേണ്ട. മക്കളുടെ കാര്യം നോക്കുക, ഞങ്ങളെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി. അതെങ്ങനെ ശരിയാവുക? മക്കളെ നോക്കേണ്ടത് അച്ഛന്റെ കടമയല്ലേ. പ്രായമായി എന്ന് കരുതിയേ അതിനുള്ളതൊന്നും വേണ്ട. ഓ, അച്ഛൻ എന്തായാലും റെസ്റ്റ് എടുക്കണ്ടെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കിത് റെസ്റ്റ് എടുക്കാമല്ലോ. അതിന് വിരോധമൊന്നുമില്ല. നീ ഇന്ന് ഫ്രീ ആണോ? ഇനി അങ്ങോട്ട് ഫുൾ ഫ്രീ അല്ലേ? ആ, മാധവൻ നമ്പൂതിരിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ വന്നിരുന്നു. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ശരിക്കും ഇനി എന്താ നിന്റെ പ്ലാൻ? എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. പഴയ പോലെ വർക്ക്ഷോപ്പ് തന്നെയാണോ? ഏയ്, അതൊന്നും ഇനി ശരിയാവില്ല. ഒരു ഓർഗാനിക് കറി പൗഡറിന്റെ യൂണിറ്റ് തുടങ്ങിയാൽ കൊള്ളാന്നുണ്ട്. നോക്കട്ടെ. വേൾഡ് ടൂറൊക്കെ ഞാൻ സഫാരി ചാനലിൽ കാണുന്നുണ്ട്. കാശൊക്കെ കുറച്ചൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടാവും. അച്ഛനല്ലേ എൻ്റെ ധൈര്യം. കാശൊന്നും ആവശ്യമില്ല അച്ഛൻ. അച്ഛൻ ഇതുപോലെ ഉഷാറായിട്ട് കൂടെ ഉണ്ടായാൽ മതി.
പുകയില വേണ്ടല്ലോ അല്ലേ? പുകയില ഇല്ലാണ്ട് എന്ത് മുറുക്കാനാ? ഒന്ന് മുറുക്കിന്ന് തോന്നണമെങ്കിൽ പുകയില വേണം. ആവാം. താൻ ഇതും കൊണ്ടൊന്ന് അകത്തേക്ക് പോവുക. ആ ഡോക്ടറെ കണ്ടാ പിന്നെ അത് മതി. പോയിക്കൊള്ളുക. ഒന്ന് നേരക്കാവട്ടെ. കിടപ്പാണെന്ന് പറഞ്ഞിട്ട് നല്ല ഉഷാറിലാണല്ലോ തിരുമേനി. കിടപ്പാണെന്ന് പറഞ്ഞാലല്ലേ ഡോക്ടർ ഒന്നും ഇങ്ങോട്ട് എഴുന്നുള്ളൂ. ഓ, ആളെ പറ്റിക്കുന്ന പണി ഇപ്പോഴും നിർത്തിയിട്ടില്ല അല്ലേ? ഒന്ന് കാണണം തോന്നി. എന്നാൽ ചില അസ്വസ്ഥതകളൊന്നും ഇല്ല. ഇയാൾ ദുബായിലല്ലേ? പോന്നു. ഇനിയിപ്പോ ഇവിടെ തന്നെ ഉണ്ടാവും. നന്നായി. അച്ഛനൊരു കൂട്ടായല്ലോ. എന്താ ഇപ്പൊ പ്രത്യേകിച്ചൊരു വിഷമം? ഇത്തിരി അജീർണുണ്ട്. ശോധനയും വളരെ കമ്മി. മൂത്രത്തിൽ ചെറുതായ ഒരു മഞ്ഞ ഉണ്ടോ എന്നൊരു സംശയം. നോക്കട്ടെ. എന്താ വടക്കേ തൊടിയിൽ കീഴാർനെല്ലി ഉണ്ടാവും. കുറച്ച് തഴുതാമയും പറിച്ചോളൂ. തഴുതാമ വേണോ? അതെന്താ കീഴാർനെല്ലി സമ്മതിക്കില്ലേ? ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതൊന്നുമല്ല. പിന്നെന്താ പ്രശ്നം? പേരക്കുട്ടികൾ കൽക്കത്തയിൽ നിന്ന് വന്നിരുന്നു. അവര് ബാറ്റ് കളിക്കുമ്പോ ഞാൻ ഇറങ്ങി 2 അടി അടിച്ചു. 3ാമത്തെ അടിക്ക് ഒരൊറ്റ പുടുത്താണ് ഈ ഭാഗം. ഭയങ്കര വേദന, അനക്കാൻ വയ്യ. തോന്നിയാസത്തിന് ഒരു കുറവുമില്ല. എന്നിട്ട് അയ്യോ, അങ്ങനെ ഇതൊരു മെക്കാനിക്കൽ ഇഞ്ചുറി അല്ലേ? അതിന് ഈ മെക്കാനിക്ക് മതി. എന്താ ഒന്ന് നോക്കി. ഇയാൾ മതിയോ? ഇയാൾ കുറെ നാളെ എൻ്റെ കൂടെ നടന്നതല്ലേ? തിരുമേനി, ഇവിടെ അല്ലേ വേദന എന്ന് പറഞ്ഞ? ശിവനെ, ശരിയായല്ലോ. ഓ, കൊള്ളാലോ മെക്കാനിക്ക്. നന്നായി നടന്നിരുന്നുമില്ല. കോമ്പറ്റീഷൻ കാരണം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ഞാനിതങ്ങ് വിട്ടു. ഈ മെഷീൻസ് ഒക്കെ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലാണല്ലോ അല്ലേ? പിന്നെ നല്ല ഡിമാൻഡുള്ള സമയത്തെ 24 മണിക്കൂർ ഈ മെഷീനൊക്കെ വർക്ക് ചെയ്യും. ഒരു കുഴപ്പമുണ്ടാവില്ല. അത്രയ്ക്ക് ഗ്യാരണ്ടിയാ. ഞാൻ അങ്ങനെ ഇവിടെ വരാറില്ലേ. എല്ലാം നോക്കി നടത്തുന്നത് രാമൻകുട്ടിയാ. മൂപ്പർക്ക് 2 തടിമില്ലാണ്. ഫുൾ ടൈം ശ്രദ്ധ അതില്ല. അങ്ങനെ അത് പൂട്ടേണ്ടി വന്നു. അതുകൊണ്ട് കഷ്ടത്തിലായത് ഞാനാ. 30 വർഷം ഞാനിവിടെ ജോലി ചെയ്യണ ആളാണ്. ഇവിടുത്തെ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ മണം അടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. രാമൻകുട്ടി നല്ല വർക്കിംഗ് കണ്ടീഷനാ. നിങ്ങൾ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതും ഫ്രീ ആയിട്ട് എടുത്തോ. വാ. അതെ, ഇനി പാക്ക് ചെയ്യണ മെഷീനൊക്കെ അപ്പുറത്തുണ്ട്. കാണിച്ചാൽ ഇതൊക്കെ ഇൻസ്റ്റാൾ ആയിട്ട് 5-6 കൊല്ലമേ ആയുള്ളൂ. നന്നായി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓ, അതെ, ഈ പൊടിമില്ല് നടത്തി പൊടിയടിക്കാനാണോ ദുബായിൽ നിന്ന് ഇവിടെ വരെ വന്നത്? ഇതിലും ഭേദം എൻ്റെ ഊബറാണ്. ഈ കാണുന്ന പോലെ ഒന്നും അല്ല ലോറൻസേ. നമ്മളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ സംഗതി മാറും. മൊത്തം കളർഫുൾ ആവും. എൻ്റെ മനസ്സിൽ ഇവിടുത്തെ മെഷീൻസ് ഒക്കെ ഇപ്പൊ തന്നെ ഓണായി കഴിഞ്ഞു. നാളത്തെ ഡ്യൂട്ടി കൃത്യമായിട്ട് കവർ ചെയ്തിരിക്കണം. സമയത്ത് തന്നെ സ്ട്രെങ്ത് അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്തണം. മറ്റെന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചിരിക്കണം. അതെ, ഒന്ന് പെട്ടെന്ന് വരാമോ? ഇറ്റ്സ് ടൈം ടു ഗിവ് ദിസ് ഗിഫ്റ്റ് ടു അമ്മച്ചി. യു ക്യാരി ഓൺ. ഇത് അമ്മച്ചിക്ക് ഞങ്ങളുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇറ്റാലിയൻ മസാജ് ചെയർ. വാവ്, ഗ്രേറ്റ്. ഇനി അമ്മച്ചി ഡെയിലി എക്സസൈസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഈ കസേര ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതി. ഫുൾ ബോഡി മസാജാ. അമ്മച്ചിയുടെ മുട്ടുവേദനയൊക്കെ താനേ മാറും. ദാ, ഇത് ഞങ്ങളുടെ വക അമ്മച്ചിക്ക്. അമ്മച്ചിയുടെ കണ്ണട മാറ്റാറായില്ലേ? ഇനി ഇത് വെച്ചാൽ മതി. പണ്ട് ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോഴേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി എല്ലാ സൺഡേയും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ടിപ് ടോപ്പ് ആയിട്ട് എറണാകുളത്ത് ഏതെങ്കിലും വലിയ കല്യാണങ്ങൾ നടക്കുന്ന ഓഡിറ്റോറിയം നോക്കി വച്ച് പിടിക്കും. അവിടെ ചെന്ന് മൂക്കുമുട്ട സദ്യയൊക്കെ ഉണ്ട്. പോരാൻ നേരത്ത് വലിയൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്തിട്ട് ഈ ചെക്കനും പെണ്ണിനും കൊടുത്ത് അവരെ ആശീർവദിച്ചിട്ടൊക്കെ പോരുള്ളൂ. വൈകുന്നേരം പെട്ടി തുറക്കുമ്പോഴേ വിവരം അറിയുന്നത് വല്ല പുല്ലും വൈക്കോലും ഒക്കെ ആയിരിക്കും. ഞാനത് കൊടുത്തപ്പോ തന്നെ ബോബിച്ചാൻ അത് ഓർമ്മ വന്നല്ലേ? ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണണ്ട എനിക്ക് അപ്പം അവനെ ഓർമ്മ വരും. ഇപ്പൊ കാനഡയിലോ US മറ്റോ ആണെന്ന് തോന്നുന്നു. എന്നാ നമുക്ക് ഈ ഫുഡ് കഴിക്കാം അല്ലേ? കഴിക്കാം. വാ എന്താ അമ്മച്ചി ഇങ്ങോട്ടിരുന്നാട്ടെ. നീ കഴിക്കുന്നു? ഞാൻ എടുത്തോളാം. ഒരു പ്ലേറ്റിങ്. ഹലോ,
സൈലന്റിലാണ്ട് അറിഞ്ഞില്ല. എപ്പോ? അയ്യോ, ഓ ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. എന്തു പറ്റി? ലോറൻസ് ഏട്ടന്റെ ഭാര്യയ്ക്ക് കിച്ചണിൽ നിന്ന് പൊള്ളലേറ്റൂന്ന്. അയ്യോ, വാ നമുക്ക് വേഗം വാ. അത് അവര് മാനേജ് ചെയ്തോളൂ. നിങ്ങൾ കഴിച്ചിട്ട് പോ. കഴിക്കലൊക്കെ പിന്നാവാ. വാ നിങ്ങൾ കഴിക്കേ. സോറി. ആ ലോറൻസിന്റെ ഭാര്യയെ വെറുതെ പൊള്ളിച്ചു. എന്റെ ഗിഫ്റ്റ് കണ്ടപ്പോഴേ അങ്ങനത്തെ പഴയ ഫ്രോഡ് ഫ്രണ്ടിനെ ഓർമ്മ വന്നു. അതും കേട്ട് അവിടെ തന്നെ നിന്നാ പല പൊങ്ങച്ചങ്ങളും കേൾക്കേണ്ടി വരും. നമ്മളെന്താ ഫുഡ് കാണാതെ കിടക്കാണോ? നിന്റെ അമ്മയെ സമ്മതിക്കണം കേട്ടോ. എടി നാവ് ഇത്തിരി കുഴപ്പമെന്നുള്ളൂ. ബോബി ആളൊരു പാവ. ഇവളുടെ ഉള്ളിലെ ഈറ്റപ്പുലി പുറത്ത് ചാടിയത് കൊണ്ട് എനിക്ക് നഷ്ടമായതേ നല്ലൊരു ക്രിസ്ത്യാനി പീസ്റ്റാണ്. അതിനേക്കാൾ ഫ്രഷ് ആയത്, നല്ല ടേസ്റ്റും ഉണ്ട്. അല്ല പിന്നെ ആസ് യൂഷ്വൽ അമ്മയും മോളും ഒന്നിച്ചു, ഞാൻ പുറത്തു. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മസാലപ്പൊടിക്ക് ആ സെക്ഷനല്ല സാറേ. അവിടെ. അതെ, എനിക്ക് ആ ബ്രാൻഡ് തന്നെ വേണം, പ്രവാസി മസാല. അത് കൊള്ളാം കേട്ടോ. ഞാൻ നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, ഈ പ്രവാസി മസാലപ്പൊടി എവിടെ ഇരിക്കുന്നത്? മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഉപയോഗിച്ച് ഒറിജിനലാണെന്ന് തോന്നിയത് കൊണ്ടാണ് പ്രവാസി തന്നെ പ്രിഫർ ചെയ്തത്. സാറേ, ആ ഇത് തന്നെ. ഇതാണ് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ഒരാൾ നല്ലത് പറയണം. സാറ് വീട്ടിൽ കൊണ്ട് ഉപയോഗിച്ച് നോക്ക്. പ്രവാസി മസാല കഴിഞ്ഞിട്ടുള്ള പൊടിയേ ഉള്ളൂ. ആണോ? താങ്ക് യു. ഓക്കെ. മാനേജർ അവിടെ ഉണ്ടേ. സോറി, ശ്രദ്ധിച്ചില്ല. എന്നാ ശ്രദ്ധിക്കണം സാർ. സോറി സോറി. ബ്ലഡി സ്ട്രേഞ്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് മന്ത് ഞാൻ ഇവിടെ കുറച്ച് പ്രോഡക്ട്സ് കൊണ്ടുവച്ചിരുന്നു. അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ. ഏതായിരുന്നു പ്രോഡക്റ്റ്? സാറിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ നന്ദൻ, പ്രവാസി കറി പൗഡറിൻ്റെ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു മാസമായിട്ട് ഇന്നാണ് ഒരു പീസ് വിറ്റുപോയത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നല്ല അഭിപ്രായമാണല്ലോ. അതിന് ആദ്യം ആരെങ്കിലും അത് മേടിക്കണ്ടേ? അതിന് നല്ല പബ്ലിസിറ്റി വേണം. ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ? ബാക്കി പല സാധനത്തിലും മായമല്ലേ. മല്ലിപ്പൊടി, അറക്കപ്പൊടി, മുളക് പൊടിയിൽ ഇഷ്ടിയപ്പൊടി. ഇത് സാധനം ഓർഗാനിക്കാ. അതിന് ഞങ്ങൾക്ക് ഓർഗാനിക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. താനകത്ത് ഇഷ്ടിയപ്പൊടിയോ അറക്കപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്തോ. പക്ഷെ ആൾക്കാർ വാങ്ങണം. സാധനം വിറ്റുകൊണ്ട് പൈസ തരാൻ പറ്റില്ല. ദേ ഇന്നത്തെ എൻ്റെ മാർക്കറ്റിംഗ് പ്രൂഫ്. പിന്നെ നമ്മുടെ വണ്ടി കയറുന്ന പാസഞ്ചേഴ്സിനോട് നൈസായിട്ട് പ്രസൻറ്റ് ചെയ്യും. അതെങ്ങനെ? ഫുഡ് കഴിച്ചോന്നൊക്കെ ചോദിച്ചു തുടങ്ങും. വളഞ്ഞു തരുന്ന പ്രവാസി കറി പൗഡറി വന്ന് നിൽക്കും. കടൽ പോലെ കിടക്കുന്ന മാർക്കറ്റാണ് ലോറൻസേ. അതിനിടയ്ക്ക് തൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ടെക്നിക്സ് ഒന്നും ഏശില്ല. താൻ എന്നെ ഡിസ്കറേജ് ചെയ്യല്ലേ മാൻ. ലെറ്റ് ദി അണ്ണാറക്കണ്ണൻ ഡു ഹിസ് റോൾ. അണ്ണാറക്കണ്ണനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല ലോറൻസേ. ഓ പ്ലീസ് ഹാവ് ഇറ്റ്. നന്ദൻ മാത്രം ഇങ്ങനെ ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത് ശരിയല്ല കേട്ടോ. സ്പെഷ്യലി വെൻ വി സിറ്റ് ഫോർ എ ഡ്രിങ്ക്. നല്ല ഒന്നാം തരം വൈൻ ഉണ്ട്, എടുക്കട്ടെ? വേണ്ട വേണ്ട, ഇത് മതി. ഓക്കെ. നല്ല പബ്ലിസിറ്റി കൊടുക്കണമെന്നാണ് ആ സൂപ്പർ മാർക്കറ്റിലെ മാനേജർ പറയുന്നത്. പബ്ലിക്കിന് വിശ്വാസമുള്ള ആരെങ്കിലും നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ ഐ തിങ്ക് ദാറ്റ് വിൽ വർക്ക്. എക്സാക്ട്ലി ലൈക്ക് സെലിബ്രിറ്റീസ്, ഫിലിം ആക്ടേഴ്സ്. സിനിമാക്കാരെ വെച്ച് പബ്ലിസിറ്റി ചെയ്യാനുള്ള ബഡ്ജറ്റ് ഒന്നും നമ്മുടെ ഇല്ല ലോറൻസേ. നമ്മുടെ ഈ സിനിമയിലെ ശ്രീനിവാസിനെ ഓർഗാനിക് ഫുഡിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ? റൈറ്റ്. ആ വഴിക്കൊന്ന് മുട്ടി നോക്കിയാലോ? അതൊന്നും നോക്കാവുന്നതാണ്. മാത്രമല്ല, പണ്ട് അജ്മാനിലെ പ്രവാസി അസോസിയേഷൻ മൂപ്പര് വന്നപ്പോൾ പൊന്നാട എണീച്ച് ഞാനായിരുന്നു. അത് മൂപ്പര് മറന്നു കാണാൻ വഴിയില്ല. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ നന്ദൻ, നന്ദകുമാർ. ഗൾഫിലായിരുന്നു. സാറിന് എന്നെ മനസ്സിലായോ? ഒരു 10 വർഷം മുമ്പ് സാർ അജ്മാനിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ സാറിനെ പൊന്നാടി അണിയിച്ച് ഞാനായിരുന്നു. ഇപ്പോൾ ഓർമ്മ വന്നാ? ഓ, 10 വർഷം മുമ്പ് പൊന്നാടി അണിയിച്ച ഒരാളെ ഞാൻ മറക്കുക? ഇന്ന് രാവിലെ 9:30 വരെ ഞാൻ നിങ്ങളെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഞാനിപ്പോൾ ഗൾഫൊക്കെ വിട്ടു. നാട്ടിൽ ചെറിയൊരു സംരംഭം, ഇങ്ങനെ ഈ ഓർഗാനിക് കറി പൗഡറിൻ്റെ ഒക്കെ. സാർ അതിൻ്റെയൊക്കെ ഒരാളാണല്ലോ. ഞാൻ ഒന്നിൻ്റെ ഒരാളുമല്ല. വിഷമില്ലാത്ത ഭക്ഷണം ജനങ്ങൾക്ക് കിട്ടണം എന്നൊരു ചെറിയ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് സാർ എൻ്റെ ഉദ്ദേശവും. ഇതാ കണ്ടോ, 100% ഓർഗാനിക്കാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ നാസയുടെ ലാബറട്ടറി കൊണ്ട് പരിശോധിക്കാം. എവിടെ എവിടെ? അമേരിക്കയിൽ നാസയുടെ ലാബിൽ. എന്നാൽ നന്നിട്ടൊരു കാര്യം ചെയ്യും. ഈ മസാലപ്പൊടി നാസയെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും കൊണ്ടുപോവാ. അല്ല, അത്രയ്ക്ക് ഓതൻറ്റിക്കാന്ന് പറയായിരുന്നു സാർ.
പ്രവാസി മസാലപ്പൊടിക്ക് പറ്റിയ പേര്. മിഥുനത്തിലെ ദാഷായണി ബിസ്ക്കറ്റിനൊക്കെ ബെറ്റർ അല്ലേ സാർ? സാറേ, ഞാൻ ഈ പ്രവാസി അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആക്റ്റീവ് ആയിരുന്നുകൊണ്ട് പ്രവാസി നന്ദൻ എന്നൊരു ഇരട്ട പേര് കൂടി ഉണ്ട്. അല്ല, ഈ പേരിന്റെ പേരിൽ അതും കൂടി ഉണ്ടെന്ന് പറയായിരുന്നു. സാർ, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ചേച്ചിയോടൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞിട്ട് റിസൾട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറഞ്ഞാൽ മതി. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ സാറിന്റെ സമയം കളയുന്നില്ല, എഴുത്ത് കിടക്കട്ടെ. നീയാണോ ഈ ഫോട്ടോ എടുത്തേ? അന്ന് നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഈ ചിരിയിൽ എന്തോ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലേ എനിക്കും തോന്നിയത്. പക്ഷേ നിന്റെ ഉണ്ടാക്കി പറയുന്ന സ്വഭാവം വെച്ച് ഒന്നും കൂടി നോക്കുമ്പോ ഇതൊരു സാധാ ചിരിയാ. എടാ, ഈ പെൺപിള്ളേർക്ക് ക്യാൻഡിഡായി ഫോട്ടോസിന് പോസ് ചെയ്യാൻ ജന്മനാ ഒരു കഴിവുണ്ട്. അല്ല, ഞാൻ എൻ്റെ ചാരന്മാരെ വെച്ച് അവളുടെ ഗ്രൂപ്പിൽ ഒരു അന്വേഷണം നടത്തി. എന്നിട്ട് രോഹിത് നല്ല വിറ്റാണ് കേട്ടോ എന്നവരെ പറഞ്ഞിട്ടുണ്ട് അത്രേ. പിന്നെ കാര്യം എന്നിട്ടും അവൾ എന്നെ ഇൻസ്റ്റഗ്രാമിൽ റിമൂവ് ചെയ്യണമെങ്കിൽ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, കട്ട്. മതി, എനിക്കിതിലൊരു സിസ്റ്റർ സപ്പോർട്ട് ആവശ്യമില്ല. ഞങ്ങൾ ഒളിച്ചോടിക്കോളാം. അയ്യോ, ഒളിച്ചോടാ, അത് പോടാ. നിന്നെ പിന്നെ വീട്ടിൽ കയറ്റത്തില്ല. അതൊരു കുഞ്ഞിക്കാലൊക്കെ കാണുമ്പോൾ ശരിയായിക്കോളും. അച്ഛനും കൂടി കേൾക്കാൻ പറ്റുന്ന കോമഡിയാണോ? അച്ഛാ, ഈ മാരേജിനുള്ള ലീഗൽ പ്രായം ഈയിടെ കുറച്ചിട്ടൊന്നും ഇല്ലല്ലോ. ആർക്കാ, നിനക്കാണോ ഇവനാണോ? ചേച്ചി ആരോ കണ്ടുവച്ചിട്ടുണ്ട് അച്ഛാ, അതാ ഓടിപ്പോന്നൊക്കെയാ പറയുന്നത്. അയ്യ, ഈ ചാടി കയറി പറയുന്നതിനൊരു തെളിവാണോ? കക്ഷി നീ തന്നെ. അതാണ് ആദ്യം എൻട്രൻസ് ചെയ്തെടുക്കാൻ നോക്കണം. ചെറിയ തോതിൽ ഇവളൊരു അനുഭവം കാണിച്ചു തുടങ്ങിയാൽ മതി. ബാക്കി ഞാൻ അതിൽ പിടിച്ച് കയറും. അത് മനസ്സിലായിട്ട് തന്നെ അവൾ ഇപ്പോഴും പരിധിക്ക് പുറത്ത് തന്നെ നിൽക്കുന്നത്. അതെ, ഒന്ന് നോക്കി. ഞാനൊരു ബോറനല്ല. അല്ല, ഞാൻ വേറൊരു ബോറനല്ലാന്ന്. എൻ്റെ അച്ഛൻ ഹൈക്കോർട്ടിലെ സാമാന്യം തിരക്കുള്ളൊരു വക്കീല. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലെങ്കിലും BEd കഴിഞ്ഞതാ. ഒരേ ഒരു ചേച്ചി 2 കൊല്ലം കഴിഞ്ഞ അവള് ഡോക്ടറാണ്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? അല്ല, ഞാൻ എൻ്റെ ഫാമിലി സെറ്റപ്പ് ഇങ്ങനെയാണെന്ന് പറയുമായിരുന്നു. ഇങ്ങനെ ഒരു ഫാമിലി നിന്നായതുകൊണ്ട് എനിക്ക് എത്ര ശ്രമിച്ചാലും എനിക്ക് ബോറനാവാൻ പറ്റില്ല. സത്യം, ഇറ്റ്സ് എ ഫാക്ട്. സിസ്റ്റർ, കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കുമോ? ഈ സിസ്റ്റർ കുറച്ച് അല്ല അപ്പുറത്തെ മാറി. കോച്ചിങ് സെൻറ്ററിൽ വെച്ച് സംസാരിക്കാൻ നിന്ന അപർണയുടെ അങ്കിളുള്ളതുകൊണ്ട് അത് പറ്റത്തില്ല. പിന്നെ +2 കഴിഞ്ഞ് 3 കൊല്ലമായതുകൊണ്ട് സ്കൂളും സേഫല്ല. ഏത് നിമിഷം വേണമെങ്കിലും പൊക്കാം. മാത്രമല്ല, ഇവരെല്ലാം വിചാരിക്കും ഞാനൊരു വായ നോക്കിയാണ്. എത്ര ശ്രമിച്ചാലും എനിക്കൊരു വായ നോക്കിയാവാൻ പറ്റില്ല. ഓ, നീ സ്കൂളിലാണോ? ഞാൻ പറഞ്ഞില്ലേ, ഇതേ പൊക്കി. അല്ല സാർ, ഞാൻ ഇതുവഴി പോയപ്പോ ചുമ്മാ കയറി, അത്ര. ഗേൾസ് എല്ലാം ചെല്ലു, വേഗം സ്പീഡപ്പ്. അപർണ, ഇൻസ്റ്റയിലൊന്ന് ആഡ് ചെയ്യാവോ? ആലോചിക്കാം. ആ, മതി. ദാ ഇറങ്ങായി. പുല്ല് പറിച്ചാൽ മതി, കൂർക്കയുടെ കടയൊന്നും കളയണ്ട. ഗുഡ് മോർണിംഗ് സാറേ. രാവിലെ തന്നെ തോട്ടത്തിലേക്ക് ഇറങ്ങിയില്ലേ? തന്നെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതായത് നാസയുടെ ലാബിലൊന്നും പോയി എന്നെ ടെസ്റ്റ് ചെയ്യണ്ട. തൻ്റെ മഞ്ഞപ്പൊടി മുളകൊടി ഗംഭീരമാണ്. ശരിക്കും വീട്ടിലുണ്ടാക്കിയതുപോലെ. എൻ്റെ ഭാര്യ വിമലക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഓ, സാറിന്റെ നാവിന്നൊക്കെ ഇങ്ങനെ ഒരു കമന്റ് കേൾക്കാന്ന് വെച്ചാ ഈശ്വരാനുഗ്രഹം സാറേ. അതിൻ്റെ ക്രെഡിറ്റ് ഈശ്വരനൊന്നും കൊടുക്കണ്ട, തൻ്റെ ആത്മാർത്ഥതയ്ക്കുള്ളതാണ്. ഒരു തരി പോലും മായം ചേർക്കാത്ത മസാലപ്പൊടി. അങ്ങനെ എനിക്ക് തോന്നിയത്. ഓ സാറേ, സാർ ഇപ്പൊ പറഞ്ഞതാ ഇതിൽ നോക്കി ഒന്ന് പറഞ്ഞു തരുമോ? എൻ്റെ ഭാര്യയ്ക്കും കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സന്തോഷമാവും. അതുകൊണ്ടാ. അത് വേണം. പ്ലീസ് സാർ, പ്ലീസ്. വർഷങ്ങളായി ഭക്ഷണത്തിന് പകരം വിഷം കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പ്രധാനമായും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ വിഷം ഇറക്കുമതി ചെയ്ത് അവർ നമ്മളെ തീറ്റുകയാണ്. ഇവിടെയാണ് നന്ദൻ്റെ പ്രവാസി മസാലപ്പൊടിയുടെ പ്രസക്തി. ഉപയോഗിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. ഈ സത്യസന്ധത നിലനിർത്താൻ പ്രവാസിയുടെ പ്രവർത്തകർക്കെന്നും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഗ്രേറ്റ്. ഇതാണ് പരസ്യം. ഇത് പക്ഷേ ഇങ്ങനെ നിന്റെ ഫോണിനകത്ത് മാത്രം ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നാട്ടുകാർ കാണണം. ശ്രീനിവാസനെ പോലൊരാൾ ഇത്ര സിൻസിയറായിട്ട് പറയുമ്പോൾ ജനങ്ങളതും അവർ പ്രവാസി കറി പൗഡർ ചോദിച്ചു വരും. അത് കറക്റ്റാ. അങ്ങനെ ചെയ്താൽ മൊത്തത്തിലൊരു ഓളുണ്ടാവും.
അല്ല ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നു? ലീവ് ഇറ്റ് ടു മീ മാൻ. ഇത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇതൊന്ന് എഡിറ്റ് ചെയ്ത് വൈറലാക്കാം. അത് ഞാൻ ഏറ്റു.